നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തു, അത് ലോസ് അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ നിഫ്റ്റി 50യുടെ മൂവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് പോലെ തന്നെ ഏതാണ്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു പുഷ് മുകളിലേക്ക് വന്നു എങ്കിൽ പോലും താഴത്തേക്ക് നല്ലൊരു ഫോൾ വന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലിൽ വന്നത് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്ത് വീണ്ടും നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിൽ വന്ന് അവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നെറ്റ് മൂവ് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോ ടു ഹൈ മൂവ് ചെയ്തേക്കുന്ന 0.66% ആണ്. അതായത് 163 പോയിൻറ്റിന് മൂവാണ് നിഫ്റ്റി 50 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. അപ്പോൾ ട്രെൻഡ് ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ പ്രോബബിലിറ്റി ഓഫ് വിന്ന് ഉള്ളത് റിവേഴ്സൽ ട്രേഡിങ്ങിനാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുക്കുന്നില്ല. അപ്പോൾ റിവേഴ്സൽ ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പുതിയ ആൾക്കാർക്ക്, അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. സപ്പോസ് മാർക്കറ്റ് ഇന്ന് ഈ ഒരു 2 പ്രൈസ് പോയിൻറ്റുകൾക്ക് നടുവിൽ ഓപ്പൺ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ താഴത്ത് കാണുന്ന സപ്പോർട്ടിൽ നമ്മൾ ബൈ ചെയ്യും, മുകളിൽ കാണുന്ന റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ല് ചെയ്യും. എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ലൈനുകളിൽ സെല്ലും സപ്പോർട്ട് ലൈനുകളിൽ ബൈയുമാണ്. ഇത് മറ്റ് കാര്യങ്ങൾ ഒന്നും കണക്കിലെടുക്കാതെ ബ്ലൈൻഡ്ലി നമ്മൾ ചെയ്തു പോകുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടിയേക്കുന്ന വിൻ റേഷ്യോ നമ്മുടെ ജേണൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറയുന്നതാണ്. അപ്പോൾ ആ വിൻ റേഷ്യോയിലാണ് കാര്യം. ഇത് നമുക്ക് നല്ല വിൻ റേഷ്യോ തരുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. പ്രൈസ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ഏരിയ നമ്മൾ നോക്കി വയ്ക്കും, അവിടെ നമ്മൾ ബൈ ചെയ്യും. ഇനി മുകളിലുള്ള റെസിസ്റ്റൻസ് എവിടെയാണോ അവിടെ നമ്മൾ സെല്ല് ചെയ്യും. ഇനി അത് ഫസ്റ്റ് സപ്പോർട്ടിൽ ബൈ ചെയ്യണോ, സെക്കൻഡ് സപ്പോർട്ടിൽ ബൈ ചെയ്യണോ, അതർവൈസ് ഫസ്റ്റ് സപ്പോർട്ടിൽ സെല്ല് ചെയ്യണോ, അതോ അതിന് മുകളിലുള്ള റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ ആ ദിവസത്തെ ഇല്ല കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവും സ്ട്രെങ്ത്തും ഒക്കെ അനുസരിച്ചിട്ട് കുറച്ച് കാലം നോക്കിയിരുന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതതിനനുസരിച്ച് നമ്മൾ എവിടെ ചെയ്യണം എന്ന തീരുമാനം അപ്പോഴെടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമ്മൾ റെസിസ്റ്റൻസിൽ സെല്ല് മാത്രമേ ചെയ്യത്തുള്ളൂ, സപ്പോർട്ടിൽ ബൈ മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിന് തൊട്ട് ചേർന്നാണ്. അതിനുശേഷം മുകളിലേക്കൊരു പുഷ് കൊടുത്തു, എങ്കിലും മാർക്കറ്റ് താഴത്തേക്ക് തന്നെ ക്ലോസിങ് കൊടുത്തു. എനിവേ നമ്മൾ ഇവിടെ ഇന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാവുന്ന പോലെ അവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസ് ഇത് ഇന്ന് ഓൾറെഡി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് നമുക്കതിൽ ലോസേ കിട്ടത്തുള്ളൂ. ഇനി BPCL നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ താഴത്തെ സപ്പോർട്ട് ലൈൻ വരെ ഇത് വന്നിട്ടില്ല. ഇവിടെ വന്നിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുമായിരുന്നു. അത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ മുകളിലുള്ള പോയിന്റിൽ നിന്ന് നമ്മളിന്ന് സെല്ലായിരിക്കും ചെയ്യുന്നത്. ഇവിടുന്ന് സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് കാണാം പിന്നീട് മുകളിലേക്ക് 0.5% സ്റ്റോപ്പ് ലോസ് അത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളുടെ ഈ രണ്ട് ഇപ്പോൾ നോക്കിയ സ്റ്റോക്കിലും നമുക്ക് ലോസാണ് കിട്ടുന്നത്. പിന്നീടുള്ള പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ഹൈ വരുന്നത് 292 ആണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലൈൻ വരുന്നതും 292 ആണ്. സോ ദാറ്റ് ഇവിടെ നമ്മളൊരു ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം ഇത് സ്റ്റോപ്പ് ലോസിലേക്ക് ഇത് പോയിട്ടേ ഇല്ല, മറിച്ച് താഴത്തേക്ക് ഇത് 1.33%, നമുക്ക് വേണ്ടത് 1% ആണ്. സോ 1:2 റിസ്ക് റിവാർഡ് പവർ ഗ്രിഡിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിയ 3 എണ്ണത്തിൽ ഒരെണ്ണം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് വിപ്രോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് ലൈൻ ഇതാണ്. ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ്. താഴത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ മുകളിലേക്കൊരു മൂവ് അത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് താഴത്തേക്ക് വരുന്നത്. സോ ദാറ്റ് നമ്മളിവിടെ അത് ബൈ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഇവിടെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിന്ന് ബൈ ചെയ്തു, ഇത് താഴത്തേക്ക് 0.5 വരെ പോയിട്ടില്ല. അതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി. എന്നിരുന്നാൽ പോലും അത് 1:2 പോയിട്ടില്ല, തിരികെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും നമുക്ക് ലോസാണ് കിട്ടുന്നത്. ഇപ്പോൾ 4 എണ്ണത്തിൽ നമുക്ക് ഒരു പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയുള്ളത് ONGC ആണ്. ONGCയിലാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തത്. നമുക്കിന്ന് സ്റ്റോപ്പ് ലോസാണ് കിട്ടിയത്. എന്നിരുന്നാലും നമുക്കിവിടെ കാണാം ONGC ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഹിറ്റ് മുകളിലേക്ക് പോയി കൊടുത്തു. ഇവിടുന്ന് സെല്ലാണ് ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ സെല്ല് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾക്ക് താഴത്തെ ഫസ്റ്റ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട് ഒരു ഇത് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1:3 ഇത് ഇന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് 1:3 കിട്ടേണ്ട ഒരു ട്രേഡ് അതിനകത്ത് എടുക്കാൻ പറ്റുമായിരുന്നു. എന്നിരുന്നാലും നമ്മളിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ധാരാളം സമയത്തിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഏകദേശം ഒരു 9:25 ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങോട് കൂടിയാണ് നമ്മൾ സിസ്റ്റത്തിന് ഫ്രണ്ടിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റുന്ന മുകളിലെ റെസിസ്റ്റൻസും താഴത്തെ സപ്പോർട്ടുമാണ്. സോ ദാറ്റ് നമ്മൾ ഇവിടെ താഴത്തെ സപ്പോർട്ടിൽ, കാരണം അതുവരെ ഈ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ സപ്പോർട്ടിൽ ബൈ ചെയ്തു. ഇവിടെ ബൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിലിൽ നമ്മുടെ 0.5% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ആ ട്രേഡിലുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടിയാണ് അത് താഴത്തേക്ക് പോകുന്നത്. കൺസൾട്ടേഷന് ശേഷമൊക്കെയാണ് അത് പോന്നേക്കുന്നത്. സോ ദാറ്റ് ഇന്ന് നമുക്ക് ലോസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് കണ്ടു, ഇന്ന് ഈ പറയുന്ന 5 സ്റ്റോക്കിൽ ഒരെണ്ണത്തിലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ, ബാക്കി എല്ലാത്തിലും നമുക്ക് ലോസാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് ട്രേഡ് എടുത്തിരുന്നുവെങ്കിൽ നമുക്കിതിനകത്ത് പ്രോഫിറ്റായിരുന്നു കിട്ടേണ്ടത്. ആ സമയത്ത് നമ്മൾ അതിന് മുന്നിലില്ലായിരുന്നു, അത് നമ്മുടെ കുഴപ്പമില്ല, അത് പോട്ടെ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണത്തിൽ പ്രോഫിറ്റും 3 എണ്ണത്തിൽ ലോസും, നെറ്റ് എഫക്റ്റ് നെറ്റ് പ്രോഫിറ്റിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് ഉള്ളൊരു ഗുണം. ഇപ്പോൾ 5 എണ്ണത്തിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വരാനുള്ള ട്രേഡ് കണ്ടു. ഇനി നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജേണൽ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെ നോക്കി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ജേണൽ ഇന്ന് തന്നെ എഴുതി തുടങ്ങുക. അത് ബുക്കിൽ എഴുതി വെക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ എഴുതി വെക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു ജേണൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 8 വിന്നും 7 ലോസുമാണ് ഇന്നലെ വരെ ഉള്ളതാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത്. ഇന്നത്തേത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8 വിന്നും 8 ലോസും ആയിട്ടുണ്ട്. അതായത് 50% ആണ് നമ്മളുടെ വിൻ റേഷ്യോ ഇവിടെ കിട്ടിയേക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളിതിനകത്ത് ഒത്തിരി ഘടകങ്ങളൊന്നും നോക്കാതെ വളരെ സിമ്പിളായിട്ട് ബ്ലൈൻഡായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് പ്രൈസ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നു, അതിൻ്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു, തൊട്ട് താഴെയുള്ള സപ്പോർട്ടിൽ ബൈ ചെയ്യുന്നു. ഇത്രമാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് നമുക്ക് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ പണി. അതിനുശേഷം നമ്മൾ സിമ്പിളി റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യും, സപ്പോർട്ടിൽ ബൈ ചെയ്യും. ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് 50% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ 50% വിൻ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ മാസം 8.5% പ്രോഫിറ്റ് നെറ്റ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കണം, 8.5% ഒരു മാസം പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം 12 മാസം കൊണ്ട് 100%-ന് മുകളിലായി. അപ്പോൾ 100% ROI ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ജസ്റ്റ് സിമ്പിൾ ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മളെ വളരെയധികം അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ 8 പ്രോഫിറ്റും 8 ലോസുമാണ് ഈ മാസം കിട്ടിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞ മാസം നോക്കിക്കഴിഞ്ഞാൽ 9 പ്രോഫിറ്റും 9 ലോസുമാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ നെറ്റ് നമ്മൾ ഈ വർഷം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 42 ട്രേഡിംഗ് ഡേയ്സാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഈ 42-ൽ 23 ദിവസവും ലോസ് ആയിരുന്നു, 19 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഉള്ളത്. അപ്പോൾ 45% വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളൂ, നമ്മൾ നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് മന്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മാസം അധിക ദിവസങ്ങൾ ട്രേഡ് എടുത്തിരുന്നില്ല. 8 ദിവസം ട്രേഡ് എടുത്തുള്ളൂ. അതിൽ 2 ദിവസം പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാ ദിവസവും നമുക്ക് ലോസ് ആയിരുന്നു. നെറ്റ് എഫക്റ്റ് 6% ലോസ് ആയിരുന്നു ആ മാസം ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഈ 3-ാമത്തെ മാസം തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നെറ്റ് ഓൾ ഓവറും അതുപോലെ തന്നെ ഈ മാസത്തിലും പ്രോഫിറ്റിൽ നിൽക്കുവാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തഡോളജി ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, വളരെ സിമ്പിൾ മെത്തഡോളജിയാണ്. സപ്പോർട്ടിൽ ബൈ ചെയ്യുക, റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റെന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. നമ്മൾ പല സ്ട്രാറ്റജികൾ ഈ ഒരു വീഡിയോ ചാനലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിൻ റേഷ്യോ നമുക്ക് തരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു റിവേഴ്സൽ ട്രേഡിംഗ് മെത്തേഡാണ്. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ തന്നെ ഒരു അപകടമില്ലേ, ഇല്ലെങ്കിൽ നമ്മളെയൊക്കെ വഴിതെറ്റിക്കുകയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അവർ അതിങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്ഥാപനം നടത്തിയ പഠനം, സ്റ്റോക്ക് മാർക്കറ്റിലെ 10 വർഷത്തെ പലവിധ സ്റ്റോക്കുകളിൽ ആ സ്ഥാപനം നടത്തിയ പഠനത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി 72% വിൻ റേഷ്യോ തരുമ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, അത് ഏത് സ്ട്രാറ്റജി എടുത്താലും മാക്സിമം 54% വിൻ റേഷ്യോ മാത്രമേ തരുന്നുള്ളൂ. മനസ്സിലാക്കുക, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ തെറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ നിങ്ങൾക്ക് കാണാം, എല്ലാ മാസവും നമുക്ക് ഓൺ ആൻ ആവറേജ് 50% വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം 50%-ലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം നമുക്ക് 50% വിൻ റേഷ്യോ കിട്ടിയായിരുന്നു.
അതായത് 72% വിൻ റേഷ്യോ തരുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുവാണ്. അപ്പോൾ മനുഷ്യത്വ സഹജമായ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുന്നുണ്ട്. ആ മിസ്റ്റേക്ക് ഒരു 20% പോയി, എന്നിട്ടും നമുക്ക് 50%ലേക്ക് എത്താൻ പറ്റുന്നു. അത് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ് നിങ്ങൾ മറ്റ് പല സ്ട്രാറ്റജികൾ യൂസ് ചെയ്യുന്നുണ്ടാകാം. ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇതൊന്ന് പഠിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റ് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.